ഓക്കെ, അപ്പോൾ ബ്ലോക്ക് നമ്പർ 2ൻ്റെ അകത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? മാനേജൽ പ്രോസസ് നമ്പർ 1 ആണ്. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ 20 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോവാണ്. നമുക്കറിയാം ഏതൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ളത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് മാനേജ്മെൻറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ് കൊണ്ടാണ്. വീണ്ടും പറയുന്നു, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, അവിടെ നിന്ന് ഡയറക്റ്റിങ്ങിൽ നിന്ന് കൺട്രോളിങ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് പ്രോസസ്സുകളുടെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോരോ പ്രോസസ്സുകൾ, ഈ പറഞ്ഞ പ്രോസസ്സുകളിനകത്ത് ആദ്യത്തെ 3 പ്രോസസ്സ് എന്തുമാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പലതും നമ്മുടെ കയ്യിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് കണക്ട് ചെയ്ത് എഴുതാനുള്ള സാധനങ്ങളാണ്. ബട്ട് സ്റ്റിൽ എന്നാലും ഒരു ബേസിക്കലി വരാൻ സാധ്യതയുള്ളതൊന്ന് നോക്കിയാണ്. പ്ലാനിങ്ങിൻ്റെ അകത്ത് പറയുമ്പോൾ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, മീനിങ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, ഇതൊക്കെ എല്ലാത്തിലും ഒരുവിധം കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. എന്താണ് പ്ലാനിങ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നാൽ നമുക്ക് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. സ്റ്റെപ്സ്, ഓക്കെ, ഈ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിങ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കണ്ടെത്തണം. ഓക്കെ, ഈ ഒബ്ജക്റ്റീവിൻ്റെ സ്കോപ്പ് കണ്ടെത്തണം. നമ്മൾ ഒരു സാധനം ചെയ്യണമെന്ന് വിചാരിച്ചു, അതിന് എന്തൊക്കെ, അതായത് നമ്മുടെ പരിധി വരുന്നതാണ്, എന്തൊക്കെയാണ് അതിൻ്റെ നീഡ്സ്, റിക്വയർമെൻ്റ് എന്ന് കണ്ടെത്തണം. ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്ത് കണ്ടെത്തണം, ഓൾട്ടർനേറ്റീവ് വഴികൾ എത്രയുണ്ടെന്ന് കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ഓൾട്ടർനേറ്റീവിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് കാര്യങ്ങൾ നീക്കാമെന്നൊരു പാത്ത് സെറ്റ് ചെയ്ത് വയ്ക്കണം. പാത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുന്ന വരെ മാത്രമേ എന്തിൻ്റെ ജോലിയുള്ളൂ, പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ജോലിയുള്ളൂ. ബാക്കിയുള്ള പണികൾ പിന്നീടാണ് വരുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ജസ്റ്റ് ക്രിയേറ്റിംഗ് ആൻ ഔട്ട്ലൈൻ ഓഫ് വർക്ക് ടു ബിൽഡ്. എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്ലാനിങ്ങിൻ്റെ ഉദ്ദേശം. വൈ പ്ലാനിങ് ഇസ് ഇമ്പോർട്ടൻ്റ്. ആ ഹെഡിങ്സ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓർമ്മിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ല പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഇല്ലാത്തവർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെന്ത് ചെയ്യുക, ഈ ഹെഡിങ്സ് ഒന്ന് നോക്കി വയ്ക്കുക. ഒപ്റ്റിമം, എൻഷുർ സെലക്ഷൻ ഓഫ് ഒപ്റ്റിമം ഗോൾ, മാനേജ് കോംപ്ലക്സിറ്റി, സർവേ ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ സർവേ ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം പ്ലാനിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എപ്പോഴും പറയുന്ന സാധനമാണ്. കാര്യം നമുക്കൊരു പ്ലാൻ എപ്പോഴും റിജിഡായി പോകും, എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ചിന് അനുസരിച്ച് നമുക്ക് നീങ്ങാൻ പറ്റത്തില്ല. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയാൽ സാഹചര്യം അനുസരിച്ച് നീങ്ങാൻ പറ്റത്തില്ല. അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അതിവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കും. ഇപ്പോൾ കുഴപ്പമില്ല, നമ്മൾ നേതാണ് പറഞ്ഞത്. നമുക്കങ്ങനെ കൃത്യം ഒരു റോക്കറ്റ് സയൻസ് ഇല്ല. അതിന് ഇന്ന രീതിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ആരും പ്രോപ്പർലി സ്റ്റേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എനിത്തിങ് ക്യാൻ കം. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ എല്ലാ പോയിൻറ്സും റെലവൻറ്റ് പോയിൻറ്റ്സ് തന്നെയാണ്. ഈ പറഞ്ഞ സാധനം റിജിഡിറ്റി എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷനാണ്. നമ്മൾ ഒരു കൃത്യം പദ്ധതി ഇട്ടിട്ട് നീങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു പെട്ടെന്ന് നമുക്ക് അപ്രതീക്ഷിതമായ സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാതായി പോകുമെന്നൊക്കെ പറയുന്നു. ഈ ഒരു ഇമേജ്, ഈ ഒരു മൈൻഡ് മാപ്പ്, ഈ ഒരു പരിപാടി ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി വയ്ക്കുക എന്തൊക്കെയാണ് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, മേജർ ഫീച്ചേഴ്സ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, പ്രോസസ്സ് കണ്ടില്ലേ, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രെമിസസ് ഡെവലപ്പ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുക, ഇവാലുവേറ്റ് ചെയ്യുക, ആദ്യം ഒന്ന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാനിലേക്ക് പോകും. ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പ്ലാനിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന കാര്യങ്ങളല്ല. ടൈപ്സ് ഓഫ് പ്ലാനിങ് അതും കൂടെ ഒന്ന് അവർ പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് പ്ലാനിങ് സിംഗിൾ യൂസ് പ്ലാനും ഉണ്ട്, സ്റ്റാൻഡിങ് പ്ലാനും ഉണ്ട്. സിംഗിൾ യൂസ് പ്ലാൻ മീൻസ് ഒരിക്കൽ ഉപയോഗിച്ച് അടുത്ത പ്രാവശ്യം വീണ്ടും ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാൻഡിങ് പ്ലാൻ ഈസ് ലോങ് ടേം. പിന്നെ ടൈപ്സ് ഓഫ് പ്ലാനിങ് വേറിങ്. ഈ ടൈപ്സ് ഓഫ് പ്ലാനിങ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, ഒന്ന് നോക്കി വെച്ചേരെ. ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടും സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടും പോളിസി ബേസ് ചെയ്തിട്ടും ടൈപ്സ് താഴോട്ട് പറയുന്നുണ്ട്. ഓക്കെ, ബെനിഫിറ്റ്സ്, ടൈപ്സ് ഓഫ് പ്ലാനിങ് പറയുന്നുണ്ട്. ഈ ഒരു മേജർ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ്, ടാക്ടിക്കൽ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്. ഇത് മൂന്ന് ലെവലാണ്. നമുക്ക് മാനേജ്മെൻറ്റ് ലെവൽ പഠിച്ചിട്ടുണ്ടല്ലോ. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ബോട്ടം ലെവൽ, 3 ലെവലിലായിട്ട് വരുന്നതാണ്. ടോപ്പ് ലെവലായിരിക്കും സ്ട്രാറ്റജിക് പ്ലാനിങ്. എന്താണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ എന്നവരായിരിക്കും നിശ്ചയിക്കുന്നത്. പിന്നെ ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ളത് മിഡിൽ ലെവൽ അവരായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അതിനാണ് ടാക്ടിക്കൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ഷോർട്ട് ടേം ആയിരിക്കും. ഷോർട്ട് ടേമിൽ ഒരു മിഡിൽ ടേം ആയിരിക്കും. പിന്നെ എപ്പോഴും വർക്കേഴ്സായിട്ട് ഡയറക്റ്റ് മാനേജ് ചെയ്യുന്ന ടീമുണ്ടല്ലോ, അവരാണ് ഈ ഓപ്പറേഷണൽ പ്ലാനിങ് ചെയ്യുന്നത്. ഇന്ന് എന്ത് വർക്ക് ചെയ്യണം, ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് എത്ര വർക്ക് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് നിശ്ചയിക്കത്തില്ലേ, ആ ഒരു പരിപാടിയാണ്. പിന്നെ ടൈപ്സ് ഓഫ് പ്ലാനിങ് പല വിധത്തിൽ പോകുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്താണ് ലോങ് ടേം, മിഡ് ടേം, ഷോർട്ട് ടേം, ടൈം അനുസരിച്ച്. പിന്നെ ഫ്രീക്വൻസി ഓഫ് ഇതാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ വരാമെന്നുള്ളത്. ഫ്രീക്വൻസി ഓഫ് യൂസ് അനുസരിച്ച് സിംഗിൾ യൂസും സ്റ്റാൻഡിങ്ങും ഉണ്ട്. സ്പെസിഫിക് ആവാം, ഡയറക്ഷനിലാവാം, ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം. ഒന്ന് നോക്കി വയ്ക്കുക. ഒരു ബേസിക് സാധനം ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന രീതിക്ക് നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ സമ്മറി ഉറപ്പായിട്ട് നോക്കുക ഓരോ യൂണിറ്റിൻ്റെയും.
ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെച്ചാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഇതൊന്ന് നോക്കാം. ഇതിവിടെ ഒരു കഥ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കഥ എന്താണ്, ആ ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പോൾ വാട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാനിങ്ങിന് ഈ കഥയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ നമുക്കൊരു ഇത് എഴുതാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഹൗ ഡു ഗവൺമെൻറ് പോളിസി, കണ്ടില്ലേ ഗവൺമെൻറ് പോളിസി അപ്പോൾ എന്താണ് ഒരു പ്ലാനിങ്ങിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. അതിൽ രണ്ടാമത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ഗവൺമെൻറ് പോളിസി എങ്ങനെയാണ് അവരുടെ പ്ലാനിങ്. ഈ മുസ്കോ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല, വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ സാധനത്തിൻ്റെ പ്ലാനിങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, കയ്യിൽ നിന്നിട്ട് എഴുതണം. ആ ഒരു ചിന്തിക്കാനുള്ളൊരു സാധനം വേണം, ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. പിന്നെ വാട്ട് മെത്തേഡ് ഓഫ് മേക്കിംഗ് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ഈസ് റെഫേർഡ് ഇൻ ദീസ് പാസേജസ്. കണ്ടില്ലേ, ഇതൊക്കെ ആ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്ലാനിങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നൊരു സൂചനയാണ് ഇവിടെ കൊണ്ട് തന്നേക്കുന്നത്. സോ ടേക്ക് ഇറ്റ് സീരിയസ്ലി. അടുത്ത യൂണിറ്റ് എന്ന് പറയുന്ന ഓർഗനൈസിംഗ് ആണ്. നമ്മളെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത പ്രോസസ്സാണ്. പ്ലാനിങ് ഓർഗനൈസിങ് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ സ്റ്റാഫിങ്ങിലോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഓർഗനൈസിങ്ങിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സാധനം കഴിഞ്ഞ വർഷം എന്തോ ചോദിച്ചിട്ടുണ്ട്, എർഗണോമിക്സ് ഒരാൾ ചോദിച്ചു എൻ്റെ അടുത്ത്. എനിക്ക് ആ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, അയാൾക്ക് വേണ്ടിയും കൂടാണ് ഇവിടെ പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഓക്കെ പേടിക്കേണ്ട. അപ്പോൾ എർഗണോമിക്സ് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ആ പറഞ്ഞ എർഗണോമിക്സ് അഥവാ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. വർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്സ് വർക്ക് എഫിഷ്യൻസി ബട്ട് ഓക്കെ എന്താണ് നമ്മുടെ ഒരാളുടെ ജോലിയുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് എന്താണ് ഒരു ദിവസം അയാൾ ചെയ്യുന്ന ജോലി 100 സാധനങ്ങൾ എന്തോ ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് ഇയാൾ ഈ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വർക്കർ ഒരു ദിവസം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ നമുക്ക് കമ്പനി ലാഭത്തിലാവണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? നിങ്ങളടുത്ത് പറയണം അടുത്ത ദിവസം മുതൽ നിങ്ങൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ പോരെ, 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെറുതെ പറയാതെ. ഓക്കെ, അതവിടെയാണ് ഈ എഞ്ചിനീയറിംഗ് എന്നൊരു സാധനം വരുന്നത്. രണ്ട് പേർക്കും, അതായത് ഈ ഓർഡർ കൊടുക്കുന്ന ആൾക്കും ഓർഡർ റിസീവ് ചെയ്യുന്ന ആൾക്കും ഫേവറബിൾ ആയെന്ന് തോന്നുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഫേവറബിൾ ആയ രീതിയിൽ തന്നെ എന്താക്കണം? ചേഞ്ചസ് വരുത്തണം. അവിടെയാണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. നമ്മുടെ ഈ എംപ്ലോയി ഫ്രണ്ട്ലി വർക്ക് എൻവയൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ വർക്ക് എൻവയൺമെൻറ്റിൽ ജോലി ചെയ്യാനുള്ളൊരു എന്താണ് മനസ്സാർക്ക് വരണം, നമ്മൾ എംപ്ലോയിക്ക് വരണം, ജോലിക്കാരന് വരണം. അപ്പോൾ അതും കൂടെ ഉറപ്പാക്കിക്കൊണ്ട് അവരെ ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പല ടെക്നിക്സുകളും വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ വർക്ക് മെഷർമെൻറ്റ്. എന്ത് ചെയ്യണം? ഓരോരുത്തർ ചെയ്യുന്ന ജോലി അവരുടെ കപ്പാസിറ്റിക്ക് പറ്റിയതാണോ, അവർ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണോ, ഓവർ യൂട്ടിലൈസ്ഡ് ആണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ഓരോ ജോലിക്കും എന്തുമാത്രം ടൈം കൺസംഷൻ ഉണ്ട്, എന്തുമാത്രം മോഷൻ ഉണ്ട്. മോഷൻ മീൻസ് മൂവ്മെൻ്റ് ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് നിന്ന് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഈ രണ്ടും റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നതാണ് ബിസിനസ്സിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണെന്ന് വായിച്ചു നോക്കുക. നമ്മുടെ ഈ റിസോഴ്സസിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ കഴിയുന്നത് നമ്മുടെ ഒരു സിനിമയുണ്ട്, കിങ് ലെയർ സിനിമയ്ക്കകത്ത് ദിലീപ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അവരുടെ എന്താണ് വർക്കിംഗ് ടൈമിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് എന്തോ വലിയ ലാഭം കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കേട്ടതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം അതിനകത്തുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ എംപ്ലോയീസിനെ ഒരിടത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റും അതേസമയം പല കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈമും എത്ര എടുക്കുന്നു, എത്ര അൺവാണ്ടഡ് ആണെന്നൊക്കെ മനസ്സിലാക്കി അൺവാണ്ടഡിന് എടുത്ത് കളയണം. ഓക്കെ, അപ്പം അവർക്ക് എന്ത് കിട്ടും? ഈ ജോലി ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ നമ്മൾ ഒരു ദിവസം 8 മണിക്കൂറാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു 4 മണിക്കൂർ വെറുതെ അനാവശ്യമായിട്ട് പോകുന്നുണ്ടാവും. ആ 4 മണിക്കൂർ ഏതെന്ന് കണ്ടെത്തി അത് വെട്ടിച്ചുരുക്കി ഒരു 2 മണിക്കൂറാക്കിയാൽ നമുക്കവിടെ അധികം പിന്നെ ഒരു 2 മണിക്കൂർ ആൾക്കാർ ജോലി ചെയ്യത്തില്ലേ? ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിനെ ഡിഫൈൻഡായിട്ട് ഓരോരുത്തർ പറഞ്ഞ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്രോച്ച്, നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ ഇങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുന്നതിനാണ് എർഗണോമിക്സ് അഥവാ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് ആദ്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓർഗനൈസിങ്ങിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ കം. ഇത് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവനെ അതെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ, ടൈം സ്റ്റഡീൻ്റെ ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എർഗണോമിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നോക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. ഈ പറഞ്ഞതാണ് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇവിടെ ഗൈഡ് ലൈൻസ് പറഞ്ഞേക്കും നോക്കി, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എൻകറേജ് എ ഫ്രീക്വൻറ്റ് ചേഞ്ച് ഇൻ പോസ്ചർ
അവോയ്ഡ് ഫോർവേഡ് ബെൻഡിങ് ഓഫ് ഹെഡ് ആൻഡ് ട്രങ്ക്, അവോയ്ഡ് കോസ് ഓഫ് ഹാം ടു എൻ്റർപ്രൈസ് പേഴ്സൺ. എല്ലാം പറയുന്നത് എന്താണ്? നമ്മുടെ എംപ്ലോയീസിന് കംഫർട്ടബിൾ ആയിരുന്നുണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അവർക്ക് കംഫർട്ട് കൊടുത്തുകൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതാ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അവരുടെ വർക്ക് സ്പേസിന് എന്ത് ചെയ്യുക, ഒന്ന് ഡിസൈൻ ചെയ്യുന്നതിന്. വർക്ക് സ്പേസിന് എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഈ പറഞ്ഞ പോലെ അവർക്ക് അത്യാവശ്യം മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ചില അമേരിക്കൻ കമ്പനീസ് അവരെന്ത് ചെയ്യുന്നതോ, അവരുടെ വാഷ്റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ വലിയൊരു സ്പേസ് അനാവശ്യമായിട്ട് വിട്ടിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നമ്മുടെ എംപ്ലോയീസ് അവർ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ കൂടി നിന്ന് സംസാരിക്കാൻ ഇവർ തന്നെ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുകയാണ് അവരറിയാതെ. കാര്യം അവർക്ക് അതിൽ റിഫ്രഷിങ് ആവും. അല്ലെങ്കിൽ ഈ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അവരെന്ത് ചെയ്യും, അനാവശ്യമായിട്ട് സംസാരിക്കുക. അത് ഒഴിവാക്കാൻ ഒരു ക്യാമറയൊക്കെ വെച്ച് നിരീക്ഷിക്കുന്നുണ്ടാവും. അതൊരു സ്ട്രെസ്സാണ്, അവർക്കറിയാം. പക്ഷെ അതിനൊരു കോമ്പൻസേറ്റിംഗ് ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയോ, ഈ വാഷ്റൂമിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലമൊക്കെ ഇങ്ങനെ ഹ്യൂജായിട്ട് വിട്ട് കൊടുക്കും. അവരവിടെ നിന്ന് സംസാരിച്ചിട്ട് തിരിച്ചു വന്ന് ജോലിക്ക് ഇരിക്കട്ടെ എന്നുള്ള ഒരു കോൺസെപ്റ്റ്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഡിസൈനിങ് പോലത്തെ കാര്യങ്ങൾ പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് 20 മാർക്കിന് എഴുതാനുള്ളത് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ. പിന്നെ IT-യുടെ ഇമ്പാക്റ്റ് എല്ലാത്തിലും ചോദിക്കാം കേട്ടോ. IT-യുടെ ഇമ്പാക്റ്റ് എല്ലാത്തിലും ചോദിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സാധനമാണ് AI-യുടെ ഇമ്പാക്റ്റ്. AI വന്ന ശേഷം ഈ പറഞ്ഞ പിന്നെ പ്ലാനിങ്ങിൻ്റെ അകത്തും അതിൻ്റെ അകത്തൊക്കെ എങ്ങനെ യൂസ്ഫുള്ളായി എന്നുള്ളത് ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ. ഇപ്പോൾ സമ്മറി പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതാണ് അവരുടെ മെയിൻ കോൺസെപ്റ്റ്. ഓർഗനൈസിങ്ങിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എർഗണോമിക്സ് ആണ്. അതൊന്ന് നോക്കുക. പ്ലാനിങ് നമ്മൾ നോക്കി, ഓർഗനൈസിങ്ങിലും പറഞ്ഞു, സ്റ്റാഫിങ് ആൻഡ് ഡയറക്റ്റിംഗ് കൂടെ പറയുന്നുണ്ട്. സോ ഐ തിങ്ക് കൺട്രോളിങ് പറയുന്നുണ്ടോ നോക്കാം. കൺട്രോളിങ് മാത്രമായിരിക്കും ചിലപ്പോൾ അടുത്തതിൽ പറയുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇത്രയും നമ്മൾ നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. 20 മാർക്കിന് ചോദിക്കുന്നത് എൻ്റെ പേഴ്സണൽ പെർസെപ്ഷനിൽ തോന്നിയത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് തന്നെ 20 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. കാര്യം ഹ്യൂജ് പ്രോസസ്സുണ്ട് സ്റ്റാഫിങ്ങിൻ്റെ. ഓക്കെ. ആദ്യം ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ ആസ്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം എന്തിനാണ് പിന്നെ ഇതിങ്ങനെ സ്റ്റെപ്സായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ദേ ആർ ടെല്ലിങ്, എന്നാലും കുഴപ്പമില്ല. ആദ്യം അവർ പറയുന്നു ഫംഗ്ഷൻ എന്താണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക, അവരെ അതിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യുക. ഓക്കെ. ആ റിക്രൂട്ട് ചെയ്ത ആളെ എന്ത് ചെയ്യുക, പ്രൊമോഷൻ പോലത്തെ കാര്യങ്ങൾ കൊടുക്കുക, അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കുക, അയാൾക്ക് കമ്പനിയിൽ ജോലിയുടെ ഗ്രോത്ത് ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിങ്ങിൻ്റെ അകത്ത് വരുന്നത്. ഹാൻഡിലിംഗ് ഓഫ് സ്റ്റാഫ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മൊത്തം ഏതിൻ്റെ അകത്ത് വരും? സ്റ്റാഫിങ്ങിൻ്റെ അകത്ത് വരും. ഓക്കെ. അപ്പോൾ ഒരാളെ നമുക്ക് ആദ്യം കണ്ടെത്തി തുടങ്ങുന്ന എവിടെ നിന്നാണെന്നറിയോ, നമ്മളെ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു ജോലിക്കാരൻ്റെ ഒഴിവുണ്ടോ എന്ന് കണ്ടെത്തുക. അല്ല, ആരെയും തിരികെ കയറ്റാൻ പാടില്ല. ഒരു വാക്കൻസി കണ്ടെത്തുക, ഒരു വാക്കൻ്റ് പൊസിഷൻ ഇൻ അവർ ബിസിനസ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കണ്ടെത്തുക, അതിലേക്ക് ഒരു ക്വാളിഫൈഡ് ആൾക്കാരെ ക്ഷണിക്കുക, അതിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക, അയാളൊന്ന് പ്ലേസ് ചെയ്യുക, അയാൾക്ക് വേണ്ട പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അയാൾക്ക് പിന്നെ അയാളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ, എന്തൊക്കെ മോട്ടിവേഷൻ അയാൾക്ക് ആവശ്യമുണ്ടോ അതൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് പറയുന്നുണ്ട്. അതായത് സ്റ്റാഫിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാഫിങ്ങിനെ ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സായിട്ട്, ഒരു ഇൻഡിവിജ്വൽ പ്രോസസ്സായിട്ട് കാണുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ. അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണം. HR എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബിസിനസ്സിൻ്റെ അകത്ത് വേണം. എന്തിനായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ വെറുതെ തിയറിയാണ്. നോക്കുക, പറ്റുമെങ്കിൽ നോക്കാൻ. ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഒന്ന് നോക്കിയേക്കണം, ഒരു ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. റിക്രൂട്ട്മെൻറ്റ് എക്സ്റ്റേണലും ആവാം, ഇൻറ്റേർണലും ആവാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓൺ ദ ജോബും ആവാം, ഓഫ് ദ ജോബ്. ഇതൊക്കെ സ്റ്റാഫിങ്ങിനകത്ത് വരുന്ന സാധനങ്ങളാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്? ആൾക്കാർ ജോലിക്ക് എടുത്തതിന് ശേഷം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഓഫ് ദ ജോബ് എന്ന് പറയുന്നത് അവരുടെ മെയിൻ ജോലി ചെയ്തുകൊണ്ടായിരിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ട്രെയിനിങ് നടക്കുന്നത് അവരുടെ മെയിൻ പർപ്പസ് ചെയ്തുകൊണ്ടായിരിക്കില്ല, മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കും. ഒരു സ്റ്റിമുലേറ്റഡ് വർക്ക് സ്പേസിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ ഏതാണ് സ്റ്റാഫിങ്ങിനകത്ത് പറയാനുള്ളത്? അതേ ഉള്ളൂ. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത്, സ്റ്റാഫിങ്ങിൻ്റെ എലിമെൻറ്റുകൾ എന്താണെന്നുള്ളത്, അതായത് എന്താണ് ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്ങിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. അവിടെ നിന്ന് നമ്മൾ നേരെ ഡയറക്റ്റിങ്ങിലേക്ക് വരികയാണ്. ഡയറക്റ്റിങ്ങിൻ്റെ അകത്ത് എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ ഒരു ടോപ്പ് അതോറിറ്റി അവർ താഴെ നിൽക്കുന്നത്, അവരുടെ അണ്ടറിൽ വരുന്ന ഒരാൾക്ക് എന്ത് കൊടുക്കുകയാണ്? കമാൻഡ് കൊടുക്കുകയാണ്. അതിനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ ഒരു ഹോട്ടലാണെന്ന് വിചാരിക്കുക. നിങ്ങളവിടെ കൊണ്ടുപോയി ഒരു വലിയൊരു അവൻ കൊണ്ടുവയ്ക്കുകയാണ്. ഈ അവൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പോയി സ്വിച്ച് ഉണ്ടല്ലേ, അതിൽ കൊണ്ട് പറയണം ഇന്ന സാധനങ്ങൾ ഇത്ര ചൂടിൽ ഇത്ര വെന്ത് വരണം എന്നുള്ളത്. അവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ആ മിഷ്യന് നമ്മൾ ഡയറക്ഷനാണ് കൊടുക്കുന്നത്.
ഇതുപോലെ എന്താണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഈ കയ്യിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസോഴ്സസിന് ഏത് രീതിയിൽ കൂടെ പോകണം, ഏത് പാത്തിൽ കൂടെ പോകണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന പരിപാടിയാണ്. എന്താ ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും മിഡിൽ മാനേജ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്യുന്നത്, മിഡിൽ മാനേജ്മെൻ്റ് ആയിരിക്കും സൂപ്പർവൈസേഴ്സിന് ഡയറക്റ്റ് ചെയ്യുന്നത്, സൂപ്പർവൈസേഴ്സ് ആയിരിക്കും സാധാരണ താഴെത്തട്ടിലുള്ള എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. അവരാരും ഡയറക്റ്റ് ചെയ്യുന്നതിന് പോകുന്നില്ല. പിന്നെ പറയുന്നൊരു കാര്യം മോട്ടിവേഷൻ, അത് ഇവിടെ പറയേണ്ട കാര്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഇത് സത്യം പറഞ്ഞാൽ HR-ൻ്റെ അകത്ത് പറയേണ്ട കാര്യമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ അകത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇത് എബ്രഹാം മാസ്ലോസ് ലോ ആണ്. നീഡ് ഹൈറാർക്കി എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആദ്യത്തെ ആവശ്യം എന്താണ്, അയാൾക്ക് ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉറപ്പാക്കുക. പിന്നെ അയാളുടെ സേഫ്റ്റി സെക്യൂരിറ്റി നീഡ്സ്, അതായത് അയാൾക്ക് പെൻഷൻ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുക. പിന്നെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ അയാൾക്ക് നല്ല എസ്റ്റീം നീഡ്സ് എന്ന് പറയും, അയാളുടെ നല്ല ജോലിയുടെ ഒരു പെരുമയുണ്ടോ, പേരിൻ്റെ കൂടെ ഡോക്ടർ ചേർക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഉറപ്പാക്കുക. പിന്നെ അയാൾക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ, ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഗുരുക്കന്മാർക്ക് അവരുടെ വിദ്യാർത്ഥികൾ അവരെ വന്ന് ബഹുമാനിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ആ ഒരു സാധനം അതുണ്ടോയെന്ന് ഉറപ്പാക്കുക. പിന്നെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ, വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നൊരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. ഇതൊക്കെ പറയുന്നത് എന്തിനാണ് ഇവിടെ, ഈ ഡയറക്റ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഒരാളൊരു സെൻറ്റർ ഉണ്ടാവും, അയാൾ അതിനെ എൻകോഡ് ചെയ്ത് മെസ്സേജിന് എന്ത് ചെയ്യും, റിസീവറിലേക്ക് കൊടുക്കും. ഓക്കെ, റിസീവറാണ് അതിനെ ഡീകോഡ് ചെയ്തെടുക്കുന്നത്. ഇത് ചാർട്ട് ശരിയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. റിസീവർ എന്നിട്ട് എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് സെൻറ്ററിലേക്ക്. ഇതൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ എന്തോ ഒരു വലിയൊരു സിസ്റ്റം ആണെന്നൊക്കെ തോന്നും. നിങ്ങളുടെ കമ്പനി നിങ്ങൾ ജോലി ചെയ്യുന്നു, ഓക്കെ, നിങ്ങളുടെ HR നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഇമെയിൽ അയക്കുന്നു, ഇന്നൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണമെന്ന് പറഞ്ഞ് ഇമെയിൽ അയക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്, സെൻഡർ ആരാണ്, നിങ്ങളുടെ HR ആണ്. അയാൾ എൻകോഡ് ചെയ്യുന്നു. അയാൾ ഒരു നാട്ട് റോട്ടി ഒന്നെന്ന് വിളിച്ചാണോ പറഞ്ഞത്, അമ്മോനെ ഇത് ചെയ്യണമെന്ന് വിളിച്ചാണോ പറയുന്നത്, അല്ല. അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ അതിനെ ഒന്ന് ഒരു പ്രോപ്പർ ചാനൽ വഴി കൂടെ അയക്കുന്നു. എന്നാൽ അയാൾ ചൂസ് ചെയ്യുന്ന ചാനൽ ഇമെയിൽ അയക്കുക എന്നൊരു ചാനൽ ചൂസ് ചെയ്തു. അപ്പോൾ മെസ്സേജിനെ വെളിയിൽ അങ്ങനെ എല്ലാവർക്കും വിടാതെ അതിനെ ഒന്ന് കവർ ചെയ്ത് നിന്നിലേക്ക് മാത്രം എത്തുന്ന രീതിയിൽ കവർ ചെയ്ത് നിനക്ക് അയച്ചു. നീ അതിനെ ഡീകോഡ് ചെയ്തു, ആ ഇമെയിൽ തുറന്നു, നീ അത് റിസീവ് ചെയ്തു. ഓക്കെ, റിസീവ് ചെയ്ത് നീ എന്ത് ചെയ്യുന്നു, അയാൾക്ക് മറുപടി കൊടുക്കുന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ജനറൽ ഫോമാറ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ചാനൽ, ഈ കാണുന്ന വരകളിന് ചാനൽ എന്നൊരു പേരും കൂടെ പറയും, അതും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൈവേഴ്സിറ്റി, അതൊക്കെ നമുക്ക് കൈന്നിട്ട് എഴുതാൻ പല പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എലമെൻറ്റുകൾ. ഓക്കെ, അപ്പോൾ ഒരാൾ മുന്നിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം, അയാൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെയൊക്കെ നീഡ് എന്താണെന്നൊക്കെ പറഞ്ഞുള്ള ജനറൽ കാര്യങ്ങളാണ് ഒന്ന് അത്യാവശ്യം നോക്കി വയ്ക്കുക. അപ്പോൾ പ്ലാനിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, അത്രേ അല്ല, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, 4 നമ്മളിവിടെ നോക്കിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക കേട്ടോ, അപ്പോൾ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. കാര്യങ്ങൾ അറിയാമോ, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാനത് നോക്കുകയാണ്. സ്റ്റാഫിങ്ങും ഡയറക്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് പ്രോസസ്സാണ് അല്ലേ. വേക്കൻസി കണ്ടെത്തി ആളെ അതിൽ പ്ലേസ് ചെയ്തു, അയാൾക്ക് വേണ്ട എല്ലാം കൊടുക്കും. അയാളുടെ എൻഡ് വരെ, അയാൾ ആ ജോലി കളഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് റിട്ടയർ ആയി പോകുമ്പോൾ എല്ലാ കാര്യവും അവിടെ വരുന്നുണ്ട്, സ്റ്റാഫിങ്ങിൽ വരുന്നുണ്ട്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കിംഗ് ദം വർക്ക്, അവിടെയാണ് ഡയറക്റ്റിംഗ് കിടക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ എന്താണ്? പ്ലാനിങ് ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് ഉണ്ടാവണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് മീൻസ് എന്ത് ക്വാളിറ്റി വേണം അയാൾക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡയറക്റ്റിങ്ങിൻ്റെ അകത്തുകൊണ്ടാണ്. ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്ന ആളെ വേറെ ആൾ ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ നിന്നൊക്കെ ചോദിക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഡയറക്റ്റിങ്ങിനേക്കാൾ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റാഫിംഗ് ആണ്. ഓർഗനൈസിങ് പ്ലാനിങ് ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാഫിങ്ങിനകത്ത് നമുക്ക് അത്യാവശ്യം ചോദിക്കാനൊരു വകുപ്പുണ്ട്. എനിക്ക് അറിയത്തില്ല ഇവരെവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന്. ഒരു മെറ്റീരിയൽ കണ്ട ഒരു അറിവ് വെച്ച് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കേണ്ട. ബട്ട് സ്റ്റിൽ കീവേഡ്സ് ഒന്ന് തപ്പി നോക്കുക ക്വസ്റ്റ്യൻ്റെ അകത്ത്. ഒരുവിധം കൈ നീട്ടൊക്കെ എഴുതാൻ പറ്റുന്ന സാധനങ്ങളാണ്. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.